ചെപ്പോക്കിൽ നാളെ സന്ധ്യ വൈകുമ്പോൾ ഒരു ഒന്നൊന്നര പോരാട്ടം നടക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. IPLിലെ മോസ്റ്റ് ഗ്ലാമറസ് പോരുകളിലൊന്ന്. പക്ഷേ ഇത് മുമ്പത്തെ പോലെ സാമ്രാജ്യം പിടിക്കാനുള്ള യുദ്ധമല്ല. രണ്ടുപേർക്കും നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. ഒരിക്കൽ IPL പോയിന്റ് ടേബിളിൻ്റെ നെറുകയിൽ വാണിരുന്ന തമ്മിൽ ആരാണ് മികച്ചത് എന്ന് പോരടിച്ചിരുന്ന രണ്ട് സിംഹങ്ങൾ ഇന്ന് പരിക്കേറ്റ നിലയിലാണ്. ഈ സീസണിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷ ബാക്കി വേണമെങ്കിൽ അതിന് ഈ 2 പോയിന്റുകൾ അതിനിർണായകമാണ്. ഈ സീസണിൽ രണ്ട് ടീമുകളും നിലവിൽ അപകട മേഖലയിലാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് 8 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളുമായി 6ാം സ്ഥാനത്താണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ അവസ്ഥ അതിലും ദയനീയമാണ്. 8 കളികളിൽ വെറും 2 ജയം മാത്രം, നിൽക്കുന്നത് 9ാം സ്ഥാനത്ത്. ഇനിയുള്ള ഓരോ മത്സരവും ഇരു ടീമുകൾക്കും ഡു ഓർ ഡൈ പോരാട്ടമാണ്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ CSKക്ക് ഇനിയുള്ള 6 കളികളിൽ 5 എണ്ണമെങ്കിലും ജയിക്കണം. മുംബൈക്കാകട്ടെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സ്വപ്നം അവശേഷിക്കൂ. ചെന്നൈയോട് തോൽവിയാണ് ഫലമെങ്കിൽ മുംബൈക്ക് 9 കളികളിൽ ബാക്കിയുണ്ടാകുക 4 പോയിന്റ് മാത്രം. അഥവാ പിന്നീടുള്ള 4 കളികൾ വിജയിച്ചാൽ പോലും 14 പോയിന്റ് മാത്രമേ ഉണ്ടാകൂ. അഥവാ മുംബൈക്ക് ഇത് ജീവൻ മരണ പോരാട്ടം തന്നെ. എന്നാൽ ചെന്നൈക്കോ വിജയിച്ചാൽ 9 മത്സരങ്ങളിൽ നിന്നും 8 പോയിന്റാകും. ഒരു പ്ലേ ഓഫ് അംഗത്തിനുള്ള ബാല്യം പിന്നെയും ബാക്കി. പക്ഷേ തോൽവിയാണ് ഫലമെങ്കിൽ ചെന്നൈയും മുംബൈയും തുല്യ ദുഃഖിതർ. പറയേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. ചെന്നൈ മുംബൈ പോരാട്ടങ്ങളെ എൽ ക്ലാസിക്കോ എന്ന് വിളിപ്പിച്ച 2 പേരുകൾ. ഒന്ന് ചെന്നൈയുടെ സ്വന്തം തല MS ധോണി, മറ്റൊരാൾ മുംബൈയെ മുംബൈയാക്കിയ രോഹിത് ശർമ്മ. ഇരുവരും ഈ മത്സരത്തിനില്ലെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2 പേരുടെയും ഇഞ്ചുറി അപ്ഡേറ്റ്സുകളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ടോസ് ഇടാൻ പുഞ്ചിരിയോടെ വരുന്ന രോഹിത് ശർമ്മയും അർത്ഥവത്തായ മൗനങ്ങളിലൂടെ വിക്കറ്റിന് പിന്നിൽ നിൽക്കുന്ന ധോണിയുമില്ലാത്ത ഒരു IPL ക്ലാസിക്കോ. ധോണിക്ക് ഇനിയൊരു സീസൺ കൂടി ചിന്തിക്കാൻ വയ്യ. രോഹിതിൻ്റെ ഭാവി എന്താണെന്നും അറിയില്ല. എന്തായാലും ഇരുവരും അവസാനമായി കൊമ്പ് ഓർക്കുന്ന മത്സരം നമ്മൾ കഴിഞ്ഞ സീസണിലെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. 2 സാമ്രാജ്യങ്ങൾ പണിത IPLിനെ മഞ്ഞയും നീലയും കളങ്ങളിലാക്കി വേർതിരിച്ച 2 ഇതിഹാസങ്ങൾക്കും സല്യൂട്ട്. സീസണിൽ ഒരു പ്ലേ ഓഫ് ഡിസേർവിംഗ് ടീം എന്ന് തോന്നിക്കാൻ ഇതുവരെയും ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ടില്ല. തുടർച്ചയായ 3 തോൽവികളുമായി സീസൺ തുടങ്ങിയ അവർ പിന്നീട് വിജയങ്ങൾ നേടിയെങ്കിലും സ്ഥിരത നിലനിർത്താൻ കഷ്ടപ്പെടുകയാണ്. വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയ 103 റൺസിൻ്റെ വമ്പൻ വിജയം പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിനോട് അതിദയനീയമായാണ് അവർ വീണത്. ബാറ്റിംഗിൽ സഞ്ജു സാംസൺ അല്ലാതെ മറ്റാരും ഒരു മാച്ച് വിന്നിംഗ് നോക്ക് ഇതുവരെയും നടത്തിയിട്ടില്ല. സർഫറാസും ബ്രേവിസും ചില മിന്നലാട്ടങ്ങൾ കാണിക്കുന്നു. ഋതുരാജ് ഫുൾ ഫ്ലോയിലല്ല. ശിവൻ ദുബൈയിൽ നിന്നും പ്രതീക്ഷിച്ച ഇമ്പാക്റ്റുകൾ കിട്ടുന്നില്ല താനും. ഫോമിലുള്ള ആയുഷ് മാത്രമേ പരിക്ക് കാരണം പുറത്താകുകയും ചെയ്തു. ബൗളിങ്ങിൽ ഇതിലും ശോകമാണ് കാര്യങ്ങൾ. ഒരു സ്പെഷ്യലിസ്റ്റ് T20 പേസറില്ല. ഉണ്ടായിരുന്ന നഥാൻ എല്ലിസ് പുറത്താകുകയും ചെയ്തു. മാറ്റ് ഹെൻറിയെ കൊണ്ട് ഒരു ഗുണവും കിട്ടിയില്ല. ഓവർട്ടണിൻ്റെ കോൺട്രിബ്യൂഷനാകട്ടെ ബാറ്റിങ്ങിലാണ്. സ്പിന്നർമാരായ നൂർ അഹമ്മദിലും അഖേൽ ഹുസൈനിലുമാണ് ചെന്നൈയുടെ പ്രതീക്ഷകൾ, പ്രത്യേകിച്ചും കളി ചെപ്പോക്കിലാകുമ്പോൾ. എന്നാൽ ചെപ്പോക്കാണെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ ഒരു ക്ലിയർ സ്പിൻ ട്രാക്ക് സൂചനകൾ നൽകുന്നില്ല താനും. എന്താണ് മറുവശത്ത് മുംബൈയുടെ സ്ഥിതി? ലൈനപ്പ് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്നും മികച്ചവർ. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ മുംബൈ ഇതുവരെയും പെർഫോം ചെയ്തിട്ടില്ല. റിക്കൾട്ടൺ ഒരു മുംബൈ ബാറ്ററുടെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത്. വിൽ ജാക്സന്റെ വരെ ഓപ്പണിങ്ങിനെ കൂടുതൽ ചടുലമാക്കിയിട്ടുണ്ട് താനും. പാണ്ഡ്യയും തിലകും ടച്ചിൽ തന്നെ. പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ മോശം ഫോം ഫസ്റ്റ് ബാറ്റിങ്ങിലും ചേസിങ്ങിലും ഒരുപോലെ ടീമിനെ തളർത്തുന്നു. ഷർഫൈൻ റദർഫോർഡിൽ നിന്നും കൺസിസ്റ്റൻസി മുംബൈ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുംബൈയുടെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. അത് ജസ്പ്രീത് ബുംറ എന്ന വിശ്വസ്തൻ്റെ ഫോമാണ്. ഷുവർ ബെറ്റായിരുന്ന ആ 4 ഓവറുകളിലുള്ള വിശ്വാസം മുംബൈക്ക് തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണുകളിലും 6ന് മുകളിലായിരുന്ന ബുംറയുടെ എക്കോണമി കുറി 8ന് മുകളിലാണ്. ഈ സീസണിൽ 180 പന്തുകൾ എറിഞ്ഞ ബുംറ 264 റൺസ് കൺസീഡ് ചെയ്തു. കിട്ടിയതോ 2 വിക്കറ്റുകൾ മാത്രം. ബുംറയെ കേന്ദ്രീകരിച്ചാണ് മുംബൈയുടെ ബൗളിംഗ് പ്ലാനുകളെല്ലാം. ബുംറ തല്ലുവാങ്ങുന്നതോടെ ആ പ്ലാനുകളെല്ലാം തെറ്റുന്നു. ട്രെൻഡ് ബോൾട്ട് ബിലോ ആവറേജ് മാത്രമായിരിക്കുന്നു. അശ്വിനി കുമാർ, ദീപക് ചഹാർ, ഷർദുൽ ഠാക്കൂർ എന്നീ ഇന്ത്യൻ പേസർമാർക്കും ഓളമുണ്ടാക്കാനായിട്ടില്ല. കോൺഫിഡൻസോടെ പന്തെടുക്കുന്നുണ്ടെങ്കിലും പാണ്ഡ്യയുടെ കാര്യവും സമാനം തന്നെ. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസൻഫാറിൻ്റെ ഫോമും വിൽ ജാക്സന്റെ വരവും മുംബൈക്ക് പ്ലസ്സായി നിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ ഇരു കൂട്ടർക്കും നിർണായകമാണ്. ജയത്തിൽ കുറഞ്ഞതൊന്നും 2 കൂട്ടരും പ്രതീക്ഷിക്കുന്നില്ല. ഇതുവരെ ഏറ്റുമുട്ടിയതിൻ്റെ കണക്കുകളിൽ 21 വിജയങ്ങളുമായി മുംബൈയാണ് മുന്നിൽ. 19 എണ്ണത്തിൽ ചെന്നൈയും വെന്നിക്കൊടി പറിച്ചു. എന്നാൽ അവസാന മത്സരങ്ങളിലെ കണക്കിൽ ചെന്നൈക്കാണ് ആധിപത്യം. അവസാനം കളിച്ച 7 മത്സരങ്ങളിൽ 6ലും ജയം ചെന്നൈക്കൊപ്പമായിരുന്നു.